ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊതിച്ചോറ് ഉണ്ടാക്കലാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള സാമഗ്രികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ നേരെ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് ഇലയൊക്കെ വാട്ടുന്നുണ്ട്. കുറേ ഞാൻ പൊതിച്ചോറ് കഴിച്ചിട്ട്, അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ പൊതിച്ചോറ് കഴിക്കാൻ പൂതി തോന്നി. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം ഇലയൊക്കെ വാട്ടി വെച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ പരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒരു ഇത് കിട്ടുമെന്നാണല്ലോ പറയുക. പിന്നെ നമ്മൾ ചോറ് വെച്ച് കൊടുത്തു, പിന്നെ അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ കോവയ്ക്ക് ഉപ്പേരി വെച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ മുട്ട പൊരിച്ചതും, പിന്നെ അച്ചമ്മടിയും അമ്മയുടെയൊക്കെ സ്പെഷ്യലാണ് തേങ്ങാ ചമ്മന്തി, അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കറിയായിട്ട് മോര് കറിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ വിഭവങ്ങളൊന്നുമില്ല, കുറച്ച് വിഭവങ്ങൾ കൊണ്ടുള്ളൊരു പൊതിച്ചോറാണ്, കുഞ്ഞി പൊതിച്ചോറാണ്. പിന്നെ അത് അമ്മ മടക്കി സെറ്റാക്കുന്നുണ്ട്. പിന്നെ നമ്മളത് കറക്റ്റാക്കി മടക്കി ഞാൻ ആദ്യം പൊതിയാന്ന് വിചാരിച്ചത്, പിന്നെ അമ്മയെ കൊണ്ട് തന്നെ പൊതിഞ്ഞു വെച്ച്, അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മടക്കി ഇനി ഒരു പൊതിച്ചോറും കൂടി ഉണ്ടാക്കാൻ അനിയത്തിക്കും കൂടിയിട്ടാണ് അമ്മ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഞാൻ പൊതിഞ്ഞ് ഇറങ്ങി വീഡിയോയിലൊന്നും എടുക്കരുത് എന്ന് അമ്മ പറഞ്ഞുകൊണ്ട് നമ്മൾ അമ്മയെ വീഡിയോയിൽ എടുക്കുന്നില്ല. അങ്ങനെ 2 പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി അനിയത്തിക്ക് വയ്ക്കും. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് 1 മണി, ആ ഒരു ഉച്ച സമയത്തൊക്കെയാണ് നമ്മൾ പൊതിച്ചോറ് തുറക്കുന്നത്. കുറേ നേരം വെയിറ്റ് ചെയ്തു, കാരണം 1 മണിയാവാൻ വേണ്ടിയിട്ട് എനിക്ക് അത്ര വലിയ ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പൊതിച്ചോറല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അനിയത്തി കുറേ നേരം കാത്തുനിന്നു. അപ്പോൾ അവളിപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം ഉണ്ടാക്കി. പിന്നെ കുറച്ച് നേരം ടൈം ഈ പൊതിച്ചോറ് വെക്കും വേണമല്ലോ, നല്ല അതിൻ്റെ ഒരു ഇല തുറക്കുമ്പോൾ ഒരു മണവും ഒക്കെ നമുക്കൊന്ന് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനും അച്ചമ്മ അപ്പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് തുറക്കുമ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ എടുക്കണം തോന്നുന്നില്ല, വേഗം കഴിക്കാൻ തോന്നും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ചമ്മന്തിയാണ്. പിന്നെ കോവയ്ക്കുപ്പേരി എല്ലാം അങ്ങനെ മാറ്റിയിട്ട് വേഗം ഇങ്ങനെ ഇത് വീഡിയോ എടുക്കുമ്പോൾ അതൊരു ഭയങ്കരമായിട്ട് കൊതി തോന്നുകയാണ് ഗൈസ്, വേഗം തിന്നാനുള്ളത്. പിന്നെ ഞാൻ വേഗം ഒന്നും നോക്കിയില്ല. ആദ്യം എന്താണ് നമ്മുടെ ഒരു ഫൈനൽ പിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പൊതിച്ചോറിൻ്റെ. പിന്നെ കുറച്ച് ഇതെടുത്തു, ചോറെടുത്തു, അതിക്കിനെ മോര് വീഴ്ത്തി കുറച്ച് കൂട്ടി. പിന്നെ നല്ല മാങ്ങാച്ചാറുണ്ടായിരുന്നു, തേങ്ങാ ചമ്മന്തി, പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ മുട്ട പൊരിച്ചതും, ഇതും കൂട്ടി ഒരു ഉരുള കഴിച്ചപ്പോൾ എൻ്റെ പൊന്ന് സാറേ എന്തോ ടേസ്റ്റായിരുന്നു അറിയാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതാണ് നിങ്ങളെൻ്റെ മുഖത്ത് തന്നെ കാണാം. അപ്പോൾ ഞാനത് വേഗം കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ, ബൈ ബൈ.